ഹായ് ഓൾ, വെൽക്കം ടു അഡ 24/7. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മടി എങ്ങനെ മാറ്റാം. അപ്പോൾ മടി എന്ന് പറയുന്നത് നമുക്കറിയാം ഒത്തിരി പേർക്കുള്ളതാണ്. ഇപ്പോൾ റാങ്ക് കിട്ടാത്തതിൻ്റെ പ്രശ്നം, PSC ക്രാക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നം, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേരുടെയൊക്കെ മടിയാണ്. അത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് മടി എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ചിരിച്ച് തള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം അതിനു മുമ്പ് ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ. ഡെയിലി ക്വിസസ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്പാണ്. ഇനി എങ്ങനെയാണ് ഈ മടി ഒന്ന് ഓവർകം ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം എന്തൊക്കെയാണ് മടിയുടെ കാരണങ്ങൾ? ഒന്നാമത് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ് ഈ മടിയുടെ കാരണം എന്ന് കണ്ടുപിടിച്ചാൽ തന്നെ പകുതി പ്രോബ്ലം അങ്ങ് തീർന്നു. ഇപ്പോൾ ചില കോമ്പറ്റേറ്റീവ് എക്സാം, ഇപ്പോൾ PSC പഠിക്കാൻ, SSC പഠിക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മടി. അല്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ ചിത്രം വരയ്ക്കാൻ, പാട്ട് പാടാൻ, ഡാൻസ് ചെയ്യാൻ, ഇതിനൊന്നും ഒരു മടിയില്ല. അതുപോലെ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ ഒരു മടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് എങ്ങനെ ഒന്ന് ചാടാം അല്ലെങ്കിൽ മറികടക്കാം എന്നുള്ളതായിരിക്കും ചിന്തിക്കുന്നത്. സോ മടി സ്വാഭാവികമായിട്ട് വരും. നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടായിരിക്കണം ഏത് മേഖലയും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മടിയുടെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മടി പിടിച്ച് ഇരുന്ന് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തുടർന്ന് മുന്നോട്ട് പോവുക. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉറക്കം. ഭയങ്കര പ്രശ്നമാണ് ഉറക്കം എന്നുള്ളത്. ഒത്തിരി പേരുടെ പ്രശ്നമാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റില്ല, എന്നാൽ രാത്രി ലേറ്റ് ആയിട്ട് കിടക്കുമോ? ചില ആൾക്കാർ ലേറ്റ് ആയിട്ട് കിടക്കും. ലേറ്റ് ആയിട്ട് കിടന്നാലും ചിലപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല കേട്ടോ. ചില ആൾക്കാർ നേരത്തെ രാത്രി കിടന്ന് വൈകി എഴുന്നേക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. ഉച്ചയ്ക്ക് പഠിക്കാൻ വേണ്ടി കാര്യമായിട്ട് ക്ലാസ് കേൾക്കുന്നു, പക്ഷെ നമുക്ക് ഉറക്കം വരുന്നു. പഠിക്കാൻ വേണ്ടി ബുക്കൊക്കെ തുറന്നു നോക്കുന്നു, നമുക്ക് പക്ഷെ ഉറക്കം തന്നെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മടി അതിലേക്ക് പോകും. കാരണം കൂടുതൽ നേരം ഉറങ്ങിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഒന്നാമത് ഉന്മേഷം ഒന്നും കിട്ടില്ല. നമ്മൾ എപ്പോഴും ഉറക്കം തൂങ്ങിയ പോലെ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട്, അല്ലെങ്കിൽ എന്തായിരുന്നു ഉറക്കം വന്നിട്ട് ഒരു സാഹചര്യം ഇല്ലാണ്ട് ചിലപ്പോൾ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. സോ കൂടുതൽ ഉറക്കമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മടി കൂടാൻ എന്നെ സഹായിക്കുള്ളൂ. സോ ഉറക്കം നിങ്ങൾ കൺട്രോൾ ചെയ്യുക. എങ്ങനെ ഉറക്കം കൺട്രോൾ ചെയ്യുക? നല്ലപോലെ ശരീരം ഹൈഡ്രേറ്റഡ് ആക്കുക. അപ്പൊ ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കുക. ഇപ്പൊ ജ്യൂസ് തന്നെ കുടിക്കണം നിർബന്ധമില്ല, പച്ചവെള്ളം കുടിച്ചാൽ മതി. നല്ലപോലെ വെള്ളം കുടിക്കുവാണെങ്കിൽ എന്തായിരുന്നു, നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റ് ആവും. ബോഡി ഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഉറക്കം, അതൊക്കെ എപ്പോഴും ഉറക്കം എന്ന് പറയുമ്പോൾ രാത്രി ഉറക്കമില്ല എന്നല്ല, രാത്രി കൃത്യമായിട്ട് ഉറങ്ങുകയും ബാക്കിയുള്ള സമയം ഉറക്കം തൂങ്ങി നടക്കുകയും അതില്ലാണ്ടാവാണ്. കുറച്ച് ചാടി നിൽക്കുക. പഠിച്ച് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഉറക്കം എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്കൊന്ന് മാറ്റി നിർത്താം. പ്രത്യേകിച്ച് പകല് ബുക്ക് തുറക്കുമ്പോഴുള്ള ഉറക്കം, ഈ ഉറക്കത്തിനൊന്ന് മാറ്റി നിർത്തിയാൽ മാത്രമാണ് നമുക്ക് മടിക്ക് അടുത്തൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഉറക്കം കാരണം മടി പിടിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്തെങ്കിലും ബുക്ക് എടുത്ത ഉറക്കം, അപ്പൊ അതിനേക്കാളും എന്തായിരുന്നു മിണ്ടാന്ന് കട്ടിൽ തന്നെ ഇങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് കിടക്കാന്ന്. കട്ടിൽ കിടക്കാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു റോങ് ഡിസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. വെറുതെ കിടന്ന് പഠിക്കാം എന്നൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു, സ്വാഭാവികമായിട്ട് ഉറങ്ങും. ഒരിക്കലും നിങ്ങൾ പഠിക്കുമ്പോൾ മാക്സിമം കട്ടില് ഇരുന്ന് പഠിക്കാതിരിക്കുക, ഉറക്കം വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടിയൊക്കെ പിടിക്കും. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറാതിരിക്കുക കേട്ടോ. ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ലാക്ക് ഓഫ് ഡിറ്റർമിനേഷൻ ആണ്. ലാക്ക് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണ്? ലാക്ക് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എയിമൊക്കെ ഉണ്ട്, ഭയങ്കര ആഗ്രഹമൊക്കെയാണ്. PSCയിൽ നമുക്ക് ഒരു ആദ്യത്തെ 10 റാങ്കിൽ തന്നെ കിട്ടണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തായിരുന്നു, ഒന്നും ചെയ്യില്ല. നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം വരുമ്പോൾ ഉറങ്ങും, കളിച്ച് നടക്കും, മൊബൈൽ നോക്കും, എല്ലാ ഗെയിം കളിക്കും, നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസ് ഇടും, റീല് കാണും. ഇതിനൊക്കെ ഒത്തിരി സമയം നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഗോള് നേടണമെങ്കിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി നമ്മൾ കിടക്കുന്നവരെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എത്ര ഗ്യാപ്പ് ആണോ കിട്ടുന്നത്, അതിൽ ഓരോ ഗ്യാപ്പിലും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഓരോ ഗ്യാപ്പിലും നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ എന്തായിരുന്നു, സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ നമ്മൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും എന്തായിരുന്നു, നമ്മള് പഠിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. അതാണ് ഡിറ്റർമിനേഷൻ. ആ
കൃത്യമായിട്ട് കുറെ ആൾക്കാർക്ക് ഗോൾ ഉണ്ടാവും, പക്ഷെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. ആരാണോ ഡിറ്റർമിൻ ചെയ്ത് 100% ഫുൾ ആയിട്ട് എന്തായിരുന്നു ആ ഡിറ്റർമിനേഷൻ കൊടുക്കുന്നത്, അവർക്ക് മാത്രമാണ് വിജയത്തിൽ എത്താൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തായിരുന്നു ഈ വിജയം എന്ന് പറയുന്നത് നമ്മളുടെ ആ കുറച്ച് ഡിസ്റ്റൻസ്ഡ്, നമ്മളും വിജയം തമ്മിൽ എന്തായിരുന്നു ആ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. കാരണം എന്താ, ഡിറ്റർമിനേഷൻ നമുക്കില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മളത് മറികടന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. സോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ്. ക്ലിയർ ആയിട്ട് തന്നെ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു, ഡിറ്റർമിനേഷൻ മാത്രമല്ല, അതിൽ ഫുൾ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അത് കൺസിസ്റ്റൻസി ആയിട്ട് അത് മുന്നോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം. ഒരു ദിവസം ഫുൾ ടൈം ഡിറ്റർമിനേഷൻ ഒക്കെ ആടും, ഞാൻ ഭയങ്കര ഡിറ്റർമിൻഡ് ആണ്, 24 മണിക്കൂറിലെ ഞാൻ 10 മണിക്കൂറും അല്ലെങ്കിൽ ഒരു 15 മണിക്കൂർ ഇതിനു വേണ്ടി ഇരുന്നു എന്ന് പറഞ്ഞിട്ട് 1-2 ദിവസം ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങളൊരു 2-3 മാസമെങ്കിലും മിനിമം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലായിരിക്കും. സോ ആ ഒരു രീതിയിൽ ഈ കൃത്യമായിട്ട് ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇത്രയും ഈ ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കും എന്നുള്ള ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ എന്തായിരുന്നു, മടി പിടിച്ച് അവിടെ ഇരിക്കും. നമുക്ക് എപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, മടി പിടിച്ച് അവിടെ ഇരിക്കും. സോ ഈ ഡിറ്റർമിനേഷൻ വേണം. അത് നമുക്ക് ആദ്യം ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര മടിയന്മാരാണ് അല്ലെ, അപ്പൊ അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്തിട്ടേ പഠിക്കുള്ളൂ, എങ്കിൽ മാത്രം മടി മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മടിയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ രാവിലെ മുതൽ ഇരിക്കുക, എന്താ കാര്യം, മടിയാ. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഫുഡ് കഴിക്കാൻ മടിയില്ല, ചായ കുടിക്കുന്നു, ഡ്രിങ്ക്സ് കഴിക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നു, റീൽസ് ഇടുന്നു, റീൽസ് എടുക്കുന്നു, ഫ്രണ്ട്സായിട്ട് കറങ്ങുന്നു, ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കുന്നു. പക്ഷെ പഠിക്കാൻ മാത്രം പറ്റില്ല, പ്രത്യേകതരം മടിയാണ് അല്ലെ. അത് നമുക്ക് ഗോളും ഡിറ്റർമിനേഷനും കൂടി വേണം, എങ്കിൽ മാത്രമാണ് മടിയെ കുറച്ചങ്ങോട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഇനി ചില ആൾക്കാർക്ക് മടി വരുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫായിരിക്കും. ചില ആൾക്കാർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫായിരിക്കും. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അങ്ങോട്ട് സുഖിച്ചങ്ങോട്ട് ഇരിക്കുക, അത് സുഖിച്ചങ്ങോട്ട് നടക്കുക, നമ്മൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്നു, ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യുന്നു, ഫുള്ള് ചില്ല് ലൈഫ് എന്ന് പറയില്ലേ. അങ്ങനെയുള്ള ഒരാൾക്കൊന്നും പഠിക്കാൻ നേരത്ത് എന്തായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അടിപൊളി ചില്ല്, നമ്മളെ ഫുള്ള് ചില്ലാണ്. പഠിക്കുമ്പോൾ അത്ര വലിയ ചില്ലൊന്നുമില്ല, കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം അല്ല, ഭയങ്കര ബോറിംഗ് ആണ്. പഠിത്തം എന്ന് പറയുന്നത് പഠിത്തത്തെ ഇഷ്ടപ്പെടാത്ത ഏതൊരാൾക്കും ബോറിംഗ് ആണ്. ആ ബോറിങ്ങിന് എന്തായിരുന്നു, മറികടന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കുകയുള്ളൂ. നമ്മളൊരു കംഫർട്ട് സോണിലാണെങ്കിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. നമ്മൾ അൺകംഫർട്ടബിൾ ആകുമ്പോഴാണ് നമുക്ക് അത് ഫയർ ഉണ്ടാവുക, നമുക്ക് വേറെ നിക്കക്കള്ളിയില്ല. അതായത് എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ, ഇപ്പം എന്റെ ജോലി ഇപ്പൊ പോവാണ് എന്നൊരു ഇതുണ്ടെന്ന് നോക്കിക്കേ, നിങ്ങൾ പഠിക്കും. ഞാൻ ഇവിടെ താമസിക്കുന്ന വീടിപ്പോ എന്നെ ഇറക്കി വിടും, ഉറപ്പായി നമ്മൾ പഠിക്കും. നമ്മൾ അൺകംഫർട്ടബിൾ ആണ്, നമുക്ക് കുറച്ച് മാസേ ജീവിതത്തിലുള്ളൂ, ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ. അൺകംഫർട്ടബിൾ ആവുമ്പോൾ മാത്രമാണ് കൂടുതലായിട്ട് പഠിക്കുക. ഇത് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് പഠിക്കുക എന്ന് പറയുമ്പോഴോ അത് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ നമുക്ക് സമയം അല്ലെങ്കിൽ മടിയൊക്കെ ബുദ്ധിമുട്ടിക്കും. നമ്മൾ അൺകംഫർട്ടബിൾ ആകുമ്പോൾ സ്വാഭാവികത പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുറെ പേർക്ക് അൺകംഫർട്ടബിൾ ആണ്. നിങ്ങൾ ആ കംഫർട്ട് സോണൊന്ന് ബ്രേക്ക് ചെയ്യണം, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയൊരു സത്യമാണ് കേട്ടോ. ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ചില ആൾക്കാർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടാവില്ല, അതുകൊണ്ടാണ് വേറൊരു പ്രശ്നം. അപ്പോൾ ഫിയർലെസ് ഫ്യൂച്ചർ ആണ്, അതായത് നമുക്ക് ഒരു പേടിയില്ല, എല്ലാം സെറ്റ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ പഠിക്കാൻ വേണ്ടി ഇരുന്നാൽ ചിലപ്പോൾ എന്തായിരുന്നു, ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഭയങ്കര പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാതെ നെഗറ്റീവായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ PSC എക്സാം വരുന്നു, SSC എക്സാം വരുന്നു, റെയിൽവേ എക്സാം വരുന്നു, ഒന്നിനും അപ്ലൈ ചെയ്യുന്നില്ല. ചില ആൾക്കാർ എല്ലാത്തിനും അപ്ലൈ ചെയ്യുന്നു, പഠിക്കുന്നില്ല. എന്നിട്ട് അവസാനം ഒരു മാസം കൊണ്ട് എന്തായിരുന്നു, ഹൗ ടു ക്രാക്ക് PSC അല്ലെങ്കിൽ ഹൗ ടു ക്രാക്ക് LDC വിത്തിൻ 1 month എന്നൊക്കെ വേണ്ടി യൂട്യൂബില് അടിച്ചു കൊടുക്കുന്നു. ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് മുഴുവനായിട്ട് നമുക്ക് എന്തുകൊണ്ടാ, നമുക്ക് ഒരു ഫ്യൂച്ചറിന് ഒരു പേടിയില്ല. നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എന്താവും, ഏജ് ലിമിറ്റ് കഴിഞ്ഞു. അപ്പൊ വർഷങ്ങൾ എന്ന് പറയുന്നത് പോകുന്നത് ഭയങ്കര ഫാസ്റ്റ് ആണ്. 2000 കഴിഞ്ഞത് 2000 ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇടയ്ക്ക്. 2000 കഴിഞ്ഞത്, 2000 ന്യൂ ഇയർ ആഘോഷിച്ചത്, അതുപോലെ തന്നെ 2010, 2020, ഇപ്പൊ നമുക്ക് 2023, 2022 ന്യൂ ഇയർ ഒക്കെ കുറെ ഇന്നലെ നടന്ന പോലെയൊക്കെ എനിക്ക് ഓർമ്മ. 23 ന്യൂ ഇയറും 24 ന്യൂ ഇയർ ഒക്കെ ഇന്നലെ നടന്ന പോലെ ഓർമ്മ വരുന്നു. പക്ഷെ എന്തായിരുന്നു, ഇവിടെ ഇന്നലെ ഞാൻ
വേറൊരു സംഭവം, ഒരു 1 year ആയെന്ന് പറഞ്ഞൊരു സംഭവം നോക്കിയതായിരുന്നു. എന്നിട്ട് ഞാൻ എത്ര ആലോചിച്ച് എനിക്ക് കിട്ടുന്നില്ല, എങ്ങനെ 1 year ആയത്, ഞാൻ കുറച്ച് മാസം മുമ്പല്ലേ ഇതാ കണ്ടത്, എന്നിട്ട് എങ്ങനെ 1 year ആയത് എന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് മനസ്സിലാവും നമുക്ക് ഈ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് പിടിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഭയങ്കര സ്പീഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ നമ്മൾ കൃത്യമായിട്ട് ഈ ഓരോ സമയം എന്തായിരുന്നു നമ്മൾ നോക്കണം. നമ്മൾ കൃത്യമായിട്ട് ഓരോ സമയം നോക്കുകയും അതേപോലെ തന്നെ എന്തായിരുന്നു നമ്മൾ അതിലോട്ട് ഇങ്ങനെ ഭയങ്കര ഇൻവോൾവ് ചെയ്ത് അതിലോട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒട്ടും സേഫ് അല്ല. ഒരു ജോലി ഇല്ലെങ്കിൽ, സ്ഥിരമായിട്ടുള്ളൊരു ജോലി ഇല്ലെങ്കിൽ, നമുക്കിപ്പോൾ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേർക്ക് മനസ്സിലാവും എന്തായിരുന്നു, നമ്മൾ പ്രൈവറ്റ് ഫേമിൽ അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ടെങ്കിൽ പോലും എപ്പോഴും ടെൻഷനാണ്. ഒരു സ്റ്റേബിൾ അല്ലല്ലോ എന്നുകൊണ്ട് ടെൻഷനാണ്. അപ്പോൾ ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് പോകുമ്പോൾ ആ ഒരു ടെൻഷൻ മാറി കിട്ടും. ഇപ്പം നമ്മൾ സ്റ്റേബിൾ അല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്തായിരുന്നു, ഒരു 10 വർഷം മുമ്പ്, ഒരു 10 വർഷത്തിന് ശേഷവും, അല്ലെങ്കിൽ നമുക്കൊരു 50-60 വയസ്സ് വരെ ഇതേ ടെൻഷനിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റേബിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഇതേ ടെൻഷനിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്, ഒരു 10 വർഷത്തിന് ശേഷവും നമ്മൾ ജീവിക്കുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു മടി എന്ന് പറയുന്ന കാര്യം, ഈ ട്രോമയൊക്കെ സംഭവിക്കും. അത് ട്രോമ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഉണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് ആ പഠിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുക, കളിയാക്കുക, ഇങ്ങനെയൊക്കെ ട്രോമ വന്നു കഴിഞ്ഞാലും നമുക്ക് പഠിക്കുന്ന സമയത്ത് ഒരു മടിയൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോസിറ്റീവായിട്ട് അവരൊക്കെ അങ്ങനെ വിചാരിച്ചോട്ടെ, അവർക്ക് അതാണ് സന്തോഷം. നമുക്ക് എന്തായിരുന്നു, നമ്മൾ അതൊക്കെ മറികടക്കും അല്ലെ, ഇങ്ങനെ പഠിച്ച്. അതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി. നമ്മുടെ പുഞ്ചിരിയാണ് നമ്മുടെ ശത്രുക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി. നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്തിനാ ഫൈറ്റ് ചെയ്യുന്നത്? ഒന്നും ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളത് പുഞ്ചിരിയാണ് കൊടുക്കേണ്ടത്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ വാശിയും വൈരാഗ്യം ഒന്നും വെക്കണ്ട. നിങ്ങൾ പഠിക്കുക, വൃത്തിയായി പഠിക്കുക, നിങ്ങൾ സക്സസ്ഫുൾ ആവുക, അപ്പം തന്നെ ലൈഫ് സെറ്റാണ്. അതിന് വലിയ മറുപടി നമുക്ക് മറ്റാർക്കും കൊടുക്കാനില്ല. മറ്റാരെല്ലാം അടിക്കാനോ ചീത്ത പറയാനോ കുറ്റം പറയാനോ ഒന്നുമില്ല. അവരുടെ പ്രതികാരം വീട്ടണോ ഒന്നുമില്ല. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി എന്തായിരുന്നു, നമ്മൾ സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു പുതിയ ബാച്ചുണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഈ ഒരു ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രമല്ല, വേരിയസ് LGSനും ലാബോറട്ടറി അസിസ്റ്റന്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, സെക്രട്ടേറിയറ്റ് OAയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 10th പ്രിലിംസിന്റെ ഒരു ബാച്ച് ഉണ്ട്. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഒന്നിൽ കൂടുതൽ എക്സാം ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മെഗാ പാക്ക് ഉണ്ട്. മെഗാ പാക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഏതൊരു കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും Y681 കേട്ടോ, Y681 ഇതെന്റെ കോഡാണ്. Y681 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക. ഓൾറെഡി അവിടെ ഒരു കോഡ് ഉണ്ടാവും, അത് റിമൂവ് ചെയ്തിട്ടാണ് ഈ ഒരു കോഡ് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ADA24/7 എന്ന ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ആപ്പ്, ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണും. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ കേരള സെലക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്ത് നമ്പർ വെച്ച് ലോഗിൻ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് ഇവിടെ കണ്ടില്ലോ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി കോഴ്സസ് ഉണ്ടാവും. ആ ഒത്തിരി കോഴ്സസിൽ എങ്ങനെയായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ള കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ Y681 എന്ന കോഡ്, ഓൾറെഡി ഒരു കോഡ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് Y681 എന്ന കോഡ് ഉപയോഗിക്കുക. അത് കൺഫേം ആയിട്ട് ചെയ്യുക. എങ്കിൽ മാത്രമാണ് കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടന്റ് ഒക്കെ മൈ കണ്ടന്റിൽ വന്ന് കിടക്കും. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് ഒക്കെ ചെയ്യാം കേട്ടോ ആപ്പിൽ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.